അവിടെ നഴ്സുമാരുടെ സമരം ശക്തമായി തുടരുകയാണ്. കളക്ടറേറ്റിലും സ്വകാര്യ ആശുപത്രികളിലും ബേബി മെമ്മോറിയൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾ ഒക്കെ ഈ സമരം ശക്തമാണ്. ഇപ്പോൾ എവിടെയാണുള്ളത്? സമരം ഏത് ഘട്ടത്തിലാണ്? രമ്യദാസ്. വിനോദ്, ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ ശക്തമായ പ്രതിഷേധമാണ് UNAയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഴ്സുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കളക്ടറേറ്റ് മുന്നിലായിരുന്നു സമരം. ഇതിനിടയിലാണ്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഴ്സുമാരുടെ സമരം 2 ദിവസമായി ശക്തമായി മുന്നേറുകയാണ്. സംസ്ഥാനത്തുടനീളം ആശുപത്രികളിലെല്ലാം ഇത്തരത്തിൽ സമാനമായ പ്രശ്നങ്ങളുണ്ട്. അതായത് രോഗികളുടെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങുന്നുണ്ട്. സമാനമായി തന്നെ കോഴിക്കോട് ജില്ലയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ആശുപത്രികളെ ബാധിക്കുന്നുണ്ട്. അതായത് കോഴിക്കോട് ജില്ല മാത്രം എടുത്ത് നോക്കുമ്പോൾ 15 ഹോസ്പിറ്റലുകളെയാണ് ഇത്തരത്തിൽ ഈ ഒരു നഴ്സുമാരുടെ സമരം കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള രോഗികളുടെ കാര്യത്തെ ബാധിച്ചിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. കൂടാതെ തന്നെ കോഴിക്കോട് നഗരപരിധി എടുത്തു നോക്കുമ്പോൾ 4 ആശുപത്രികളിൽ ഇത്തരത്തിൽ സമാനമായി തന്നെ രോഗികളുമായി ബന്ധപ്പെട്ട കിടത്തി ചികിത്സ ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സമാനമായ ഒരു സംഭവം ഇന്നുണ്ടായി. അതായത് കിടത്തി ചികിത്സയ്ക്ക് വന്ന ഏറ്റവും അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട രോഗികളെ മാത്രമാണ് ഹോസ്പിറ്റലിലെ കിടത്തി ചികിത്സയ്ക്ക് അനുവദിക്കുന്നത്. ബാക്കിയുള്ളവരെ എല്ലാം വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു, അല്ലെങ്കിൽ മറ്റു ആശുപത്രികളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് മടക്കി അയക്കുന്ന ഒരു സമാനമായ ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. കൂടാതെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായി തന്നെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ UNAയുടെ നേതൃത്വത്തിൽ സമരം ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യദാസ്, നമുക്ക് ആ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് വരണം. അതിനു മുമ്പ് നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നു, എറണാകുളത്ത് നിന്നും ശ്രീ വിനോദ്. ശ്രീ വിനോദ്, ഈ സമരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. നഴ്സുമാരുടെ സമരം സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ അപ്പാടെ താറുമാറാക്കുകയാണ്. പക്ഷേ ഇത് പരിഹരിക്കാൻ സർക്കാർ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. സംസ്ഥാന വ്യാപകമായി തന്നെ പല ജില്ലകളിൽ പല ഘട്ടങ്ങളിലായി സമരം നടക്കുകയാണ്. എറണാകുളം ജില്ലയിലാണ് ആദ്യം ഈ സമരം ആരംഭിച്ചത്. പിന്നീട് തിരുവനന്തപുരം ജില്ലയിലും സമരം ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രികൾ ഈ നഴ്സുമാരുമായി അല്ലെങ്കിൽ അവരുടെ സംഘടനയുമായി ഒക്കെ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ സമരം ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി സമരത്തിൽ നിന്നും അവർ പിന്മാറിയിട്ടില്ല. ഇന്ന് സമരം ശക്തമായത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ അവർ ശക്തമായ പ്രതിഷേധ സമരവുമായി മുമ്പോട്ട് പോകുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഇന്ന് നഴ്സുമാരെ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. കോഴിക്കോട് നിന്നും നമ്മുടെ പ്രേക്ഷകൻ ഫാദർ സാമുവൽ ചേരുന്നു. ഫാദർ സാമുവൽ, ഈ വിഷയം കൃത്യമായി അറിയാമല്ലോ. സ്വകാര്യ ആശുപത്രികളിലൊക്കെ നഴ്സുമാരുടെ സേവനമില്ലാതെ ഒരു പ്രവർത്തനവും നടക്കില്ല. സ്വകാര്യ ആശുപത്രികൾ മാത്രമല്ല, സർക്കാർ ആശുപത്രികളിലാണെങ്കിലും നഴ്സുമാർ പണിമുടക്കിയാൽ അവിടെ ആരോഗ്യ മേഖല ആകെ താറുമാറാകും. അതുകൊണ്ട് ഈ സമരത്തെ ഇപ്പോൾ എങ്ങനെ കാണുന്നു ഫാദർ സാമുവൽ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നഴ്സുമാരുടെ സേവനം ഗവൺമെന്റിലായാലും മാനേജ്മെന്റിലായാലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതെ, അവർക്ക് ആവശ്യമായിട്ടുള്ള വേതനം നൽകണം. അതോടൊപ്പം തന്നെ അവർക്ക് വിശ്രമ സമയവും നൽകണം. എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അർഹമായിരിക്കുന്ന വേതനം അവർക്ക് നൽകണം. കാരണം അവർ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ്. സാധാരണക്കാരായാലും സമ്പന്നരായാലും ശുശ്രൂഷ ചെയ്യാത്ത ഡോക്ടർമാരോടൊപ്പം നിൽക്കേണ്ടവരാണ് നഴ്സുമാർ. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. വിദേശ രാജ്യങ്ങളിലായാലും ഭാരതത്തിലായാലും നമ്മളുടെ ആരോഗ്യരംഗം അമേരിക്കക്കാൾ മെച്ചമാണെന്ന് നാം അവകാശപ്പെടുമ്പോൾ ഇവിടെ ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ തക്കൊന്നും സാധിക്കുന്നില്ല. മാനേജ്മെന്റിന് മേലും ഗവൺമെന്റിന് മേലും നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നഴ്സുമാരെ കരുതുവാനുള്ള ആ ഒരു താല്പര്യം, വർദ്ധിച്ച താല്പര്യം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ രംഗം മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ തക്കുന്ന സർക്കാരും മാനേജ്മെന്റുകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഫാദർ സാമുവൽ, ഈ പല സ്വകാര്യ ആശുപത്രികളും നഴ്സുമാർക്ക് വേണ്ട വേതനം നൽകുന്നില്ല. പക്ഷേ ചികിത്സയ്ക്ക് എത്തുന്നവരിൽ നിന്നും വലിയ തുക ഈടാക്കുന്നുമുണ്ട്. ചികിത്സയ്ക്ക് നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ചികിത്സയ്ക്കും, അല്ലെങ്കിൽ ഓരോ ഡോക്ടർക്കും അനുസരിച്ച്, മണിക്കൂറുകൾക്കനുസരിച്ച്. അത് ICU ആയിക്കോട്ടെ, അവിടുത്തെ സേവനങ്ങൾക്കായിക്കോട്ടെ, ഒക്കെ വലിയ തുക തന്നെയാണ് വാങ്ങുന്നത്. പക്ഷേ ഇതിന് തക്ക ഒരു ശമ്പളം നഴ്സുമാർക്ക് നൽകുന്നില്ല. അവർക്ക് ഓവർ ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അവർക്ക് ആവശ്യമായ അവധികൾ നൽകുന്നില്ല. പക്ഷേ അവർക്ക്
ആവശ്യമായ അടിസ്ഥാന ശമ്പളം അത് തുച്ഛമായ നിലയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ നൽകുന്ന സേവനം വളരെ വലുതാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായമല്ലേ ഫാദർ സാമുവൽ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. മാനേജ്മെന്റിലെ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ വിളിക്കുക, എന്നിട്ട് അവരോട് സംസാരിക്കുക, എന്താ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും. അത് ഗവൺമെന്റ് തലത്തിലായാലും മാനേജ്മെന്റ് തലത്തിലായാലും. നമ്മുടെ ആശുപത്രികളിലെ ഭരണകർത്താക്കൾ ഉണ്ടാകുമല്ലോ, അവരെ വിളിക്കണം, അവരുമായി സംസാരിക്കണം. എന്തുകൊണ്ടൊരു താല്പര്യം കാണിക്കുന്നില്ല നഴ്സുമാരുടെ കാര്യത്തിൽ? അത് ഗവൺമെന്റ് തലത്തിൽ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. യെസ്, വളരെയധികം നന്ദി ഫാദർ സാമുവൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കോഴിക്കോട് സമരമുഖത്ത് നിന്നും രമ്യാദാസ് ചേരുന്നു. രമ്യ, നമുക്ക് ഏതെങ്കിലും നേഴ്സുമാരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? സമരമുഖത്താണോ ഇപ്പോൾ രമ്യാദാസ് ഉള്ളത്? കൂടുതൽ വിവരങ്ങൾ. രമ്യാദാസ്, ഇപ്പോൾ നേഴ്സുമാരുടെ സമരം ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സമരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, ഏതെങ്കിലും നേഴ്സുമാരുടെ പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നുണ്ടോ രമ്യാദാസ്? തീർച്ചയായും വിനോദ്, ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് നഴ്സുമാരുടെ സമരം പുരോഗമിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാർക്കെതിരെ ഈ ബേബി മെമ്മോറിയൽ നടപടി ഉണ്ടാകുന്നത്. അതായത് ഈ നഴ്സുമാരെ കൂട്ടിയിടുകയും അതുപോലെ തന്നെ ഇവരെ മർദ്ദിക്കുകയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് ബേബി മെമ്മോറിയൽ അരങ്ങേറിയിരുന്നു. ഇതേ തുടർന്നാണ് വലിയ തോതിലുള്ള നഴ്സുമാരുടെ പ്രതിഷേധം അങ്ങോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നഴ്സുമാരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാവുന്നതാണ്. എന്താണ് ഇപ്പൊ നിങ്ങളുടെ സമരം? കാരണം ഇന്ന് ബേബി മെമ്മോറിയൽ ഉണ്ടായ വിഷയത്തിനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ തുല്യ വേതനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. വെറും 40,000 രൂപയാണ് ഞങ്ങൾ ബേസിക് സാലറിയായിട്ട് ചോദിക്കുന്നത്. അതുപോലും തരാൻ കഴിവില്ല ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ സ്റ്റാഫുകളൊക്കെ മാറ്റി പെർമനന്റ് സ്റ്റാഫായിട്ട് തന്നെ എടുക്കണം എന്നുള്ള ഇതുകൂടെ വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത്. ബേബി മെമ്മോറിയൽ 2 സ്റ്റാഫുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. അതിന് സ്റ്റാഫുകളെ പുറത്താക്കിയെന്ന് കേട്ടു. അതിനും കൂടെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി പ്രതിഷേധ പരിപാടിയാണ് ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു മാനേജ്മെന്റ് ഒരു സ്റ്റാഫിനോട് കാണിക്കാൻ പാടില്ലാത്തതാണ് ഇന്ന് കാണിച്ചത്. ഈ പ്രതിഷേധം ഞങ്ങൾ അത് എന്താ പറയുക, ഈ ശത്രുതാപരമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വർഗീയതയൊക്കെ ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയും കൂടെ ഇങ്ങനെ മാനേജ്മെന്റ് പ്രതികരിച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണമായിട്ടാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തവരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെയുള്ള നഴ്സുമാരോട് 24 മണിക്കൂറിനുള്ളിൽ ഹോസ്റ്റലിൽ ഒഴിയണം, അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ അറിയിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇനി ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറുന്നില്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാവില്ല, പിന്നെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യണമെന്നുള്ള ന്യൂസും കൂടെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ബേബി മെമ്മോറിയൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലിലെ ആശുപത്രികൾക്കെതിരെ നിങ്ങളുടെ നടപടി എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? കാരണം ഇന്നിപ്പോൾ സമരത്തിൽ പങ്കെടുത്തവരെ അവിടെയാണല്ലോ 24 മണിക്കൂറിൽ ഹോസ്റ്റലിൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ അടിസ്ഥാന സാലറിയാണ് ചോദിക്കുന്നത്. കാരണം എല്ലായിടത്തും തുല്യ നീതി എന്ന് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും കൊടുക്കുന്ന അതേ നീതി നമുക്കും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പിള്ളേരെ പിടിച്ച് കൂട്ടിയിടുക, കുറേ പേർക്ക് സാലറി പിടിച്ചു വെക്കുക, അത് ബേബി മാത്രമല്ല പല ഹോസ്പിറ്റലിലും സാലറി പിടിച്ചു വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പോരാടിക്കുക തന്നെ ചെയ്യും. വിനോദ്, തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ടായ നടപടിയിൽ പ്രതിഷേധം തന്നെയാണ് വളരെ ശക്തമായ രീതിയിൽ ഇവരുടെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പുരോഗമിക്കുകയാണ് മാർച്ച്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കുള്ള മാർച്ചാണ്. സിവിൽ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് ഇത്തരത്തിൽ ഇവരുടെ മാർച്ച് നടത്തുന്നത്. കാരണം ഇന്ന് രാവിലെ ഉണ്ടായ ഈ ഒരു സംഭവത്തിൽ കൃത്യമായി തന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നഴ്സുമാരുടെ അസോസിയേഷൻ UNAയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഈ ഒരു മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പങ്കെടുത്ത പ്രതിഷേധത്തിൽ പങ്കെടുത്ത നഴ്സുമാരോട് ഉൾപ്പെടെ 24 മണിക്കൂറിനുള്ളിൽ ഒഴിയണമെന്നുള്ള കാര്യം അങ്ങനെ അറിയിപ്പ് ചാനലിലൂടെ കണ്ടു. ഒരു കാരണവശാലും അത്തരം ഇവരുടെ ധാർഷ്ട്യം കേരളത്തിൽ അനുവദിക്കില്ല. ഉജ്ജ്വലം അങ്ങനെ ഒഴിച്ചുവിട്ടാൽ ഇന്ന് രാത്രി ബേബി മെമ്മോറിയലിലെ 3 നഴ്സുമാരും ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലെ 3 നഴ്സുമാരും ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുന്നിൽ ഞങ്ങൾ കിടന്നു.
ഇതുതന്നെയാണ് കാരണം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടപടി ഇന്നുണ്ടായിട്ടുള്ളത്. അതായത് സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാരോട് 24 മണിക്കൂറിൽ ഹോസ്റ്റൽ ഒഴിയണമെന്നൊരു നടപടി കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികാര നടപടി കൂടി ബേബി മെമ്മോറിയൽ ആശുപത്രി പിന്തുടർന്നിട്ടുണ്ട്. ഇതിനെതിരെ കൂടിയാണ് ഇവരുടെ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ഇത്തരത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് ആശുപത്രി പോവുകയാണെങ്കിൽ ഈ നഴ്സുമാർ ഉൾപ്പെടെ ഇന്ന് ആശുപത്രിക്ക് മുന്നിൽ കിടന്നുറങ്ങും എന്നുള്ള ഇതാണ് ഇപ്പോൾ ജാസ്മിൻ ഷാ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. വളരെ ശക്തമായി തന്നെയാണ് പ്രതിഷേധം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രമ്യ, നമുക്ക് കൂടുതൽ നേഴ്സുമാരുടെ പ്രതികരണം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ നേഴ്സുമാരുടെ പ്രതികരണം വേണം. നമ്മുടെ പ്രേക്ഷകൻ എരുമേലിയിൽ നിന്നും ശ്രീ അശോകൻ ചേരുന്നു. ശ്രീ അശോകൻ, ഈ സമരം ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ, എങ്ങനെ പ്രതികരിക്കുന്നു ഈ സമരത്തോട് ശ്രീ അശോകൻ? ഞാൻ രാവിലെ തൊട്ട് ന്യൂസ് വെച്ച് ഈ സമരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു ആഭാസമായ ഒരു രീതിയാണ് ഈ സർക്കാർ കാണിക്കുന്നത്. ഈ സർക്കാർ ഈ കുഞ്ഞുങ്ങളെ ലക്ഷങ്ങൾ കൊടുത്തും മറ്റു സ്റ്റേറ്റിലൊക്കെ പോയി പഠിച്ചു വന്നിട്ട് അതുങ്ങൾക്ക് ഒരു തൊഴിൽ കിട്ടിയിട്ട് ആ തൊഴിലിന് അനുസരിച്ച് കൊടുത്ത പൈസ ഫീസ് കൊടുത്ത് പഠിക്കാൻ കൊടുക്കുന്ന പൈസയുടെ ഒരു മൂല്യം പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ പൈസ കൊടുത്ത് എന്റെ കുഞ്ഞുങ്ങളെ നേഴ്സിംഗ് വിട്ട് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്ന. ആ കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പിന്നെ എന്തുകൊണ്ടാണ്? എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് ജോലി ചെയ്താൽ പൈസയും ഇല്ല, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യവും ഇല്ലെന്ന് പറഞ്ഞു. ഈ പേരം വെളിയിലോട്ട് പോകുന്ന അച്ഛാ നല്ലതെന്ന് പറഞ്ഞു. ഇതൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു. ഇതുപോലെ ഭരണത്തെ ആവാസപ്പെട്ട ഭരണം, അവർക്ക് സ്വന്തം അപ്പനും മക്കൾക്കും കുറെ നേതാക്കന്മാർക്കും കട്ടുപിടിക്കാൻ പറ്റിയ ഒരു ഭരണമാണ്. കുഞ്ഞുങ്ങൾ വെളിയിൽ നിന്ന് സമരം ചെയ്യുന്നത് കണ്ടില്ല എന്നിട്ട് നടക്കുന്ന മന്ത്രിമാരെ ക്യൂവിലെടുത്ത് അടിക്കണമെന്നുള്ളതാണ് എന്റെ നിലപാട്. വ്യക്തമാണ്. എരുമേലിയിൽ നിന്നും ശ്രീ അശോകനാണ് കൃത്യമായി പ്രതികരിച്ചത്. ഈ നേഴ്സുമാരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഭരണ നേതൃത്വത്തിലുള്ളവരെയാണ് ഇക്കാര്യത്തിൽ ശിക്ഷിക്കേണ്ടത് എന്ന് നമ്മുടെ പ്രേക്ഷകൻ ശ്രീ അശോകൻ പ്രതികരിച്ചിരിക്കുന്നു. ഈ വാർത്ത ശ്രദ്ധിക്കുന്ന നമ്മുടെ മറ്റു പ്രേക്ഷകരും നമ്മുടെ ഓൺലൈനിൽ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. പല പ്രൈവറ്റ് ആശുപത്രികളും നേഴ്സുമാർക്ക് രേഖകളിൽ 30,000 രൂപ ശമ്പളവും കൊടുക്കുന്നത് 25,000 രൂപ മാത്രം എന്നാണ് ചന്ദ്രശേഖരൻ എന്ന പ്രേക്ഷകൻ പ്രതികരിക്കുന്നത്. എന്തായാലും ഇത് വലിയ മനുഷ്യത്വരഹിതമായ നടപടിയാണ് നേഴ്സുമാരോട് സർക്കാർ കൈക്കൊള്ളുന്നത്. അവർക്ക് ആവശ്യമായ വേതനം വാങ്ങി നൽകണമെന്നുള്ള കൃത്യമായ ഒരു ഉത്തരവ് സർക്കാർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഈ നേഴ്സുമാരുടെ ശമ്പളം പരിഷ്കരിക്കാനായി ഒരു കരട് രേഖയൊക്കെ പുറത്തിറക്കിയെങ്കിലും തെരഞ്ഞെടുപ്പ് കാലം ആയതിനാൽ അത് ചർച്ചയ്ക്ക് വെക്കുകയും എന്നാൽ അതിന്മേൽ ഒരു തീരുമാനമാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അത് നേഴ്സുമാരോടുള്ളൊരു വെല്ലുവിളിയാണ്. കാരണം ആരോഗ്യമേഖല എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അത് പരിചരിക്കുന്നവർക്ക് ആവശ്യമായ വേതനം നൽകുക എന്നുള്ളത് ന്യായമായ ആവശ്യമാണ്. നേരത്തെ ഡോക്ടർമാരും അവരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നില്ല എന്ന വിഷയം ഉന്നയിച്ച് തലസ്ഥാന ജില്ലയിൽ വലിയ സമരം നടത്തിയിരുന്നു. മറ്റു പല ജില്ലകളിലും നമ്മൾ ഡോക്ടർമാരുടെ പണിമുടക്കും കാണുന്നുണ്ട്. ആരോഗ്യമേഖലയിൽ ശമ്പള വർധനവ് നടപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവന സുരക്ഷ നൽകുന്ന നടപടികൾ പോലും ഉണ്ടാകുന്നില്ല. ഡോക്ടർ വന്ദനാദാസിനെ പോലുള്ളവർ ആശുപത്രിക്കുള്ളിൽ കൊല്ലപ്പെട്ട സംഭവം നമ്മൾ ഈ കേരളത്തിൽ തന്നെ കണ്ടതാണ്. കൊല്ലത്താണ് ദാരുണമായ സംഭവം ഉണ്ടായത്. വയനാട് നിന്നും ശ്രീ ചന്ദ്രൻ ചേരുന്നു. ശ്രീ ചന്ദ്രൻ, ഈ വിഷയം ആണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നഴ്സുമാരുടെ സമരം ന്യായമാണ്, അവരുടെ ആവശ്യങ്ങൾ. പക്ഷേ നമ്മുടെ ആരോഗ്യ മേഖലയെ ഈ സമരം സാരമായി ബാധിച്ചിട്ടുമുണ്ട്. എങ്ങനെ കാണുന്നു ഈ സമരത്തെ ശ്രീ ചന്ദ്രൻ? അവരുടെ സമരം തീർച്ചയായിട്ടും ന്യായമായ സമരമാണ്. അടിസ്ഥാന സാലറി ശരിക്കും 40,000 രൂപ കൊടുക്കേണ്ടതാണ്. അവർക്ക് കഠിനാധ്വാനം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു ഹെർണിയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വയനാട് മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഈ കഴിഞ്ഞ 7-ാം തീയതി ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള രോഗികളും ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കണം, സമരക്കാരൻ കൂടി അത് നോക്കിയിട്ട് പരിഗണിക്കണം എന്നാണ് എൻ്റെ ആവശ്യം. വളരെ ന്യായമാണ്. രോഗികളുടെ ന്യായമായ ആവശ്യം, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട അർഹമായ പരിഗണന ഒക്കെ ലഭിക്കാതെ പോവുകയാണ് ഈ സമരം മൂലം. അതാണ് നഴ്സുമാരുടെ സമരം. ആരോഗ്യമേഖല ഇത്രമാത്രം താറുമാറാക്കിയിട്ടും ആരോഗ്യമന്ത്രിക്ക് ഒരു പ്രതികരണവുമില്ല. നഴ്സുമാർ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക്